ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ഗോതമ്പ് പായസം നല്ല രുചിയോടെ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഗോതമ്പ് പായസം ഉണ്ടാക്കുമ്പോൾ രുചി കൂട്ടാൻ ചെയ്യേണ്ട ചില ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ പായസം ഉണ്ടാക്കാനായിട്ട് ആവശ്യം വേണ്ടതെല്ലാം ഒന്ന് പറയാം. 1 കിലോ സൂചി ഗോതമ്പ് നുറുക്ക്, 7 നാളികേരം പിഴിഞ്ഞ് ഫസ്റ്റ് പാല്, സെക്കൻഡ് പാല്, തേർഡ് പാല് എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ശർക്കര 2.5 കിലോ, നെയ്യ് 100 ml, ഏലക്കായപ്പൊടി, ചുക്കുപൊടി, കാഷ്യൂ നട്ട്സ്, കിസ്മിസ്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഉരുളിയിലേക്ക് 7 നാളികേരം പിഴിഞ്ഞെടുത്തതിൻ്റെ 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 3-ാം പാല് ഒരു 2.5 ലിറ്റർ ഉണ്ട്. ഇതിൽ നിന്നും കുറച്ച് 3-ാം പാല് മാറ്റി വയ്ക്കണം. ബാക്കി പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇനി നല്ലപോലെ കഴുകിയ ശേഷം ഒരു 20 മിനിറ്റ് കുതിർത്തി വാരി വെച്ചിരിക്കുന്ന സൂചി ഗോതമ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഗോതമ്പ് 3-ാം പാലിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഗോതമ്പ് കുറച്ചൊന്ന് വേവായിട്ട് വരുമ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി 3-ാം പാൽ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് ഗോതമ്പ് നല്ലപോലെ വേവായിട്ട് വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം എളുപ്പത്തിന് കുക്കറിലായാലും വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. എന്നിരുന്നാലും രുചി കുറച്ചുകൂടെ കൂടുതൽ ഇങ്ങനെ വേവിച്ചെടുക്കുന്നതിനാണ്. ഇപ്പോൾ ഗോതമ്പ് നല്ലപോലെ വേവായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് വേവായിട്ട് വരണം. ഈ സമയത്ത് ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 100 ml നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2.5 കിലോ ശർക്കര ഉരുക്കി അരിച്ചെടുത്തത് ചേർക്കാം. ഞാൻ 2 തവണയായിട്ടാണ് ശർക്കര പാനി ചേർത്ത് കൊടുത്തത്. ശർക്കര പാനി ചേർത്ത് കഴിഞ്ഞാൽ ഗോതമ്പ് ഈ ശർക്കര പാനിയിൽ കിടന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് വേവിച്ച് വരട്ടിയെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി സമയമെടുത്ത് നല്ലപോലെ കൈവിടാതെ ഇളക്കി കൊടുത്ത് വരട്ടിയെടുക്കുകയാണെങ്കിൽ അതും ഗോതമ്പ് പായസത്തിന് രുചി കൂട്ടും. ഇനി ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. 2-ാം പാല് 1.5 ലിറ്റർ എടുത്തിട്ടുണ്ട്. അതിൽ പകുതി ആദ്യം ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. തിളച്ച് വരുമ്പോൾ ബാക്കി 2-ാം പാല് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പായസം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് കട്ടിയാക്കി കുറുക്കിയെടുക്കേണ്ടതില്ല കേട്ടോ. ഒരുപാട് കുറുകിപ്പോയാൽ പായസം തണുക്കുമ്പോൾ കട്ട പിടിച്ച് പരുവമായി പോവും. അപ്പോൾ ഈ ഒരു പാകമാവുമ്പോൾ നമുക്കിതിലേക്ക് ഏലക്കായപ്പൊടിയും ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കായയും ചുക്കും പഞ്ചസാരയും കൂടി കൂട്ടിപ്പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കട്ട പിടിക്കാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം തൻപാൽ ചേർക്കാം. തൻപാൽ ഒരു 3/4 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. തൻപാൽ ചേർത്ത് കൊടുത്ത ശേഷം അധിക നേരം തിളപ്പിക്കാൻ നിൽക്കേണ്ടതില്ല. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കുറച്ചൊരു ലൂസ് പരുവം പോലെ തോന്നിയാലും തണുക്കുമ്പോൾ ഇതൊന്ന് കുറുകി വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അവസാനമായിട്ട് ഇതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നാളികേരക്കൊത്തും കൂടെ വറുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പായസം ഇവിടെ റെഡിയായി. നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ സൂപ്പർ ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ സദ്യ സ്പെഷ്യലായിട്ട് ഗോതമ്പ് പായസം ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. കുറച്ച് സമയം കൂടുതലെടുത്താലും നല്ല രുചിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ അതൊരു സന്തോഷമല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. സദ്യ സ്പെഷ്യൽ റെസിപ്പീസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തതെല്ലാം തന്നെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുമല്ലോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.